ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RealmeXTയുടെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ്. കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി ഡീറ്റെയിൽഡ് പെർഫോമൻസ് റിവ്യൂ, ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡയർ ടു ലീപ്പ് എന്നൊരു ക്യാപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. RealmeXTയിൽ 2 പ്രത്യേകതകളാണ് വരുന്നത്. 64 MB ക്വാഡ് ക്യാമറ, അതുപോലെ തന്നെ വോക്ക് ഫ്ലാഷ് ചാർജ് 3.0 ആണ് വരുന്നത്. RealmeXT എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിൻഭാഗത്ത് കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും സാധാരണ കാണുന്ന പോലെ കൊടുത്തിട്ടില്ല. പിൻഭാഗത്ത് സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. 1.141 ഹെഡ് വെയ്റ്റ്, അതുപോലെ തന്നെ 0.473 ബോഡി വെയ്റ്റ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നൊരു പേൾ ബ്ലൂ കളർ വേർഷനാണ്. നമുക്കിനി ബോക്സ് തുറന്ന് അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പതിവ് പോലെ തന്നെ യൂസർ ഗൈഡ്, ഡോക്യുമെൻറ്റേഷൻ, ഒരു കേസും കമ്പനി ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളൊരു സിം ഇജക്ടർ ടൂൾ കണ്ടില്ല. അപ്പോൾ നമുക്കിനി ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കാണുന്നത്. പേൾ ബ്ലൂ കളർ വേർഷനാണ് നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രധാനമായൊരു ഫീച്ചറാണ് ക്വാഡ് ക്യാമറയാണ് പിന്നിൽ വരുന്നത്. അതുപോലെ തന്നെ വോക്ക് ചാർജ് സപ്പോർട്ടും ഉണ്ട്. താഴെ ടൈപ്പ് സി പോർട്ട്, ഇയർഫോൺ ജാക്ക്, സ്പീക്കർ എന്നിവ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോക്സിനകത്ത് മറ്റെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു വോക്ക് ചാർജർ, 4 ആമ്പിൻ്റെ ചാർജർ ബ്രിക്കാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും നമുക്കിതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അതായിരിക്കുന്നു നമ്മൾ നേരത്തെ കാണാതിരുന്ന സിം ഇജക്ടർ ടൂളാണ് ആ താഴെ കാണുന്നത്. ഒരല്പം എടുക്കാൻ പ്രയാസമുണ്ട് അതിനകത്തുനിന്ന്. എന്തായാലും ഞാനിങ്ങനെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കൃത്യമായിട്ട് തന്നെ കേസിൽ ഫോൺ സൂട്ടാവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ്. ഇനി അടുത്തതായി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇനീഷ്യലൈസേഷന് അധികം സമയം എടുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ ഓണായി. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിലൊന്ന് എടുത്തു നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 712 ആണ്, ഒക്ടാകോർ പ്രോസസ്സർ. റാം 6 GB റാം ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വേർഷൻ. അതുപോലെ തന്നെ ഡിവൈസ് സ്റ്റോറേജിൽ 64 GB ഇൻബിൽറ്റ് മെമ്മറി ഉണ്ട്. 51.9 GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്.
ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ജൂലൈ ആണ്. RealmeXTയിലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് സാധ്യമാകുന്നുണ്ട്. നമുക്കൊരു ലാഗ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഫോൺ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായി ക്യാമറ ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. സാധാരണ കാണുന്ന പോലെ റെഡ്മിയിലും സാംസങ്ങിലും കാണുന്ന പോലെ ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇൻബിൽട്ട് ക്യാമറ ആപ്പിൽ നമുക്ക് റിയൽമിയിൽ കാണുവാൻ സാധിക്കാറില്ല. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് 720p, 180p, 4K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാമറയുടെ ഉപയോഗിച്ച് നോക്കി ഡീറ്റെയിൽഡ് റിവ്യൂ വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് എന്നീ മോഡുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 180p വരെ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് സിം ട്രേ ഒന്ന് തുറന്നു നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ വരുന്നത് നമുക്ക് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് RealmeXTയിൽ വരുന്നത്. ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഗീവ് അവേകളിൽ പങ്കെടുക്കൂ, നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.